അടുക്കളയിൽ സ്ക്രബ്ബ് കഴിഞ്ഞാൽ ഏറ്റവും അപകടകാരി ഇതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വീടിൻ്റെ ഐശ്വര്യമാണ് അടുക്കള. വീട്ടിൽ ഏറ്റവും വൃത്തിയായി സൂക്ഷിക്കേണ്ട ഇടം. അടുക്കളയിൽ വൃത്തിയില്ലെങ്കിൽ രോഗങ്ങളാകും ഫലം. പാത്രങ്ങളും കൗണ്ടർ ടോപ്പുകളും മാത്രമല്ല, അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കളും വൃത്തിയാക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധ വേണം. അടുക്കളയിൽ പതിവായി ഉപയോഗിക്കുന്നതാണ് കിച്ചൺ ടവലുകൾ. പാചകത്തിനിടയ്ക്ക് കൈകൾ തുടയ്ക്കാനും കഴുകിയ പാത്രങ്ങളിലെ ജലാംശം നീക്കം ചെയ്യാനും സ്റ്റൗവിൽ നിന്ന് ചൂടോടെ പാത്രങ്ങൾ വാങ്ങിവെക്കാനുമൊക്കെ കിച്ചൺ ടവലുകൾ ഉപയോഗിക്കാറുണ്ട്. നനഞ്ഞ പ്രതലങ്ങളുമായും ഭക്ഷണവുമായും നിരന്തരം സമ്പർക്കം പുലർത്തുന്നതിനാൽ അവയിൽ ബാക്ടീരിയയും അണുക്കളും വേഗത്തിൽ പറ്റിപ്പിടിക്കാനും പെരുകാനുമുള്ള സാധ്യതയുണ്ട്. എപ്പോഴും നനയുന്നതിനാൽ കൃത്യമായി ദുർഗന്ധം തങ്ങി നിൽക്കും എന്നതാണ് മറ്റൊരു പ്രശ്നം. കിച്ചൺ ടവലുകൾ വൃത്തിയാക്കാനുള്ള എളുപ്പമാർഗ്ഗങ്ങളും അവ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നോക്കാം. ആദ്യ ഉപയോഗത്തിന് മുമ്പ് തന്നെ കിച്ചൺ ടവലുകൾ കഴുകിയെടുക്കാം. അവ നിർമ്മിക്കുന്ന സമയത്ത് ഉൾപ്പെട്ടിരിക്കുന്ന രാസപദാർത്ഥങ്ങളും അഴുക്കും പൊടിയുമെല്ലാം നീക്കം ചെയ്യാനാണിത്. കൈകൾ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന കിച്ചൺ ടവലുകൾ ഒരിക്കലും പാത്രങ്ങൾ തുടയ്ക്കാനോ ചൂടുള്ളവ വാങ്ങിവെക്കാനോ ഉപയോഗിക്കരുത്. മത്സ്യം, മാംസം തുടങ്ങിയവ കൈകാര്യം ചെയ്യുന്ന സമയത്ത് കൈകളിൽ പറ്റിപ്പിടിച്ച അണുക്കൾ ടവലുകളിൽ കൂടി ഭക്ഷണപദാർത്ഥങ്ങളിൽ കലരാൻ കാരണമാകും. കഴിവതും വെള്ള നിറത്തിലുള്ള കിച്ചൺ ടവലുകൾ തിരഞ്ഞെടുക്കുക. അഴുക്കോ കറയോ പുരണ്ടാൽ വേഗത്തിൽ തിരിച്ചറിഞ്ഞ് കഴുകിയെടുക്കാൻ വെള്ള ടവലുകൾക്ക് നല്ലതാണ്. അതേപോലെ കോട്ടൺ ടവലുകൾ ഉപയോഗിക്കുന്നതാണ് ഉചിതം. കൗണ്ടർ ടോപ്പുകളും അടുക്കള ഉപകരണങ്ങളും തുടയ്ക്കുന്നതിനും മൈക്രോ ഫൈബർ ടവലുകളും ഉപയോഗിക്കാം. കാഴ്ചയിൽ വൃത്തിയായിരിക്കുന്നുണ്ടെങ്കിലും ഒരേ ടവൽ 3 ദിവസത്തിലകം ഉപയോഗിക്കരുത്. ടവലുകൾ സ്റ്റൗവിന് സമീപം സൂക്ഷിക്കരുത്. തീ പടരാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, സ്റ്റൗവിൽ നിന്നുള്ള പുകയും പൊടിയുമേറ്റ ടവലുകൾ വേഗത്തിൽ വൃത്തികേടാകും. നിറമിളകുന്ന തരം തുണികൾ കിച്ചൺ ടവലായി ഉപയോഗിക്കരുത്. കിച്ചൺ ടവലുകൾ ഒരു കാരണവശാലും മറ്റു തുണിത്തരങ്ങൾക്കൊപ്പമിട്ട് അലക്കിയെടുക്കരുത്. കിച്ചൺ ടവലുകൾ കഴുകാൻ ചൂടുവെള്ളം തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. അണുക്കളെ നശിപ്പിക്കാൻ ഇത് സഹായിക്കും. സാധാരണ വൃത്തിയാക്കലിനെ ചൂടുവെള്ളത്തിനൊപ്പം ഡിറ്റർജൻറ്റ് കലർത്തിയ ശേഷം നന്നായി കഴുകിയെടുക്കുക. കിച്ചൺ ടവലുകൾ കഴുകുന്നതിന് മുൻപായി വെള്ളത്തിൽ ബേക്കിംഗ് സോഡ കലർത്തി മുക്കി വയ്ക്കുക. എണ്ണക്കറയും പാടുകളും ദുർഗന്ധവും മാറ്റാൻ ഇത് സഹായിക്കും. വിനാഗിരി ചൂടുവെള്ളത്തിൽ കലർത്തിയ ശേഷം ഇതിൽ കിച്ചൺ ടവൽ മുക്കി വയ്ക്കാം. ടവലിലെ അണുക്കളെ നീക്കം ചെയ്യാനും ഭക്ഷണപദാർത്ഥങ്ങളുടെ ഗന്ധം നീക്കുവാനും അത് സാധിക്കും. കിച്ചൺ ടവലിൽ കഠിനമായ കറകളുണ്ടെങ്കിൽ അതിലേക്ക് അല്പം നാരങ്ങാനീര് ഒഴിക്കുകയോ അല്ലെങ്കിൽ നാരങ്ങാനീര് പിഴിഞ്ഞൊഴിച്ച് വെള്ളത്തിൽ മുക്കി വയ്ക്കുകയോ ചെയ്ത ശേഷം കഴുകിയെടുക്കാവുന്നതാണ്. കിച്ചൺ ടവലിലെ എണ്ണമയം പൂർണ്ണമായും നീക്കം ചെയ്യാൻ ഡിഷ് വാഷ് ലിക്വിഡ് തന്നെയാണ് ഉചിതം. ചൂടുവെള്ളത്തിൽ ഡിഷ് വാഷ് ലിക്വിഡ് കലർത്തി അതുപയോഗിച്ച് ടവലുകൾ കഴുകിയെടുക്കാം. കിച്ചൺ ടവലുകൾ വൃത്തിയാക്കുമ്പോൾ ഫാബ്രിക് കണ്ടീഷണറുകൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ടവലുകളുടെ ആഗിരണശക്തി കുറയ്ക്കാൻ ഫാബ്രിക് കണ്ടീഷണറുകൾക്ക് കാരണമാകും. കിച്ചൺ ടവലുകൾ കാറ്റും സൂര്യപ്രകാശം നേരിട്ട്